സന്ധിവേദനയും വീക്കവും കുറയ്ക്കാൻ സഹായിക്കുന്ന പഴമേത്? പേരയ്ക്ക, റംബൂട്ടാൻ, പപ്പായ, ഓറഞ്ച്. ഉത്തരം പപ്പായ. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പപ്പൈൻ എന്ന സംയുക്തം സന്ധിവേദനയും വീക്കവും കുറയ്ക്കാൻ സഹായിക്കും. പറക്കുമ്പോൾ ഉറങ്ങുന്ന പക്ഷി ഏത്? ഹമ്മിങ് ബേർഡ്, സ്വിഫ്റ്റ്, പരുന്ത്, ഫിഗ്രേറ്റ്. ഉത്തരം ഫ്രിഗേറ്റ്. ഫ്രിഗേറ്റ് പക്ഷികൾ സമുദ്രത്തിന് മുകളിലൂടെ മാസങ്ങളോളം പറക്കുന്നു. ഈ സമയത്ത് ഉറങ്ങാൻ തലച്ചോറിന്റെ പകുതി ഉപയോഗിക്കാനും അവയ്ക്ക് കഴിയും. ശരീരത്തിലെ ഏറ്റവും ചൂടേറിയ അവയവം ഏതാണ്? തലച്ചോർ, കരൾ, ഹൃദയം, ശ്വാസകോശം. ഉത്തരം കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചൂടേറിയ അവയവം കരളാണ്. കാരണം ഇത് താപം സൃഷ്ടിക്കുന്ന നിരവധി ഉപാപചയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ശരീരത്തിലെ താപനില നിയന്ത്രിക്കാൻ ചെവി ഉപയോഗിക്കുന്ന ജീവി ഏത്? ധ്രുവക്കരടി, കാണ്ടാമൃഗം, ആന, ഒട്ടകം. ഉത്തരം ആന. ആനയുടെ ചെവികൾ വലിയ രക്തക്കുഴലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ചെവിയിലൂടെ രക്തചംക്രമണം നടക്കുമ്പോൾ അത് തണുക്കുകയും പിന്നീട് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. സൂര്യാഘാതത്തിന്റെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന സസ്യമേത്? മഞ്ഞൾ, രാമച്ചം, വെള്ളരി, കറ്റാർവാഴ. ഉത്തരം കറ്റാർവാഴ. കറ്റാർവാഴ ചെടിയിൽ നിന്ന് ലഭിക്കുന്ന ജെല്ല് സൂര്യാഘാതമേക്കുന്നതിന് വീട്ടിൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും ലളിതമായ ചികിത്സയാണ്. വാർദ്ധക്യം തടയാൻ ഏറ്റവും മികച്ച പഴം ഏതാണ്? നാരങ്ങ, ആപ്പിൾ, പപ്പായ, പേരയ്ക്ക. ഉത്തരം പപ്പായ. ഇത് ചർമ്മത്തിന്റെ ഇലാസ്തികത മെച്ചപ്പെടുത്താനും നേർത്ത വരകളും ചുളിവുകളും കുറയ്ക്കാനും സഹായിക്കും. എണ്ണാൻ അറിയാവുന്ന പക്ഷി ഏത്? മൈന, കാക്ക, പ്രാവ്, തത്ത. ഉത്തരം പ്രാവ്. പ്രാവുകൾക്ക് കുറഞ്ഞത് 9 വരെ എണ്ണാൻ കഴിയും. സയൻസ് ജേർണലിൽ റിപ്പോർട്ട് ചെയ്ത ഒരു പഠനത്തിൽ ഒട്ടാഗോ സർവകലാശാലയിലെ ഡാമിയൻ സ്കാർഗ് ഇത് തെളിയിച്ചു. സ്ഥിരം ചൂടുചായ കുടിക്കുന്നത് എന്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു? തലവേദന, ക്യാൻസർ, സന്ധിവാതം, ഹൃദ്രോഗം. ഉത്തരം ക്യാൻസർ. വ്യത്യസ്ത തരം ചായകളിൽ ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ മുതലായവ അമിതമായി ചൂടാകുമ്പോൾ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന കേരളത്തിലെ ജില്ല ഏത്? തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, എറണാകുളം. ഉത്തരം തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലും തൊട്ടു പിന്നിൽ തൃശൂർ, പത്തനംതിട്ട, എറണാകുളം എന്നിവിടങ്ങളിലുമാണ്. മെഡിസിൻ കഴിച്ചാൽ എത്ര സമയത്തിന് ശേഷമേ മദ്യം ഉപയോഗിക്കാൻ പാടുള്ളൂ? 8 മണിക്കൂർ, 12 മണിക്കൂർ, 24 മണിക്കൂർ, 72 മണിക്കൂർ. ഉത്തരം 72 മണിക്കൂർ. മദ്യവും മരുന്നും അപകടകരമായ മിശ്രിതമാണ്. നിങ്ങൾ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ മരുന്ന് കഴിക്കുന്നത് നിർത്തി 72 മണിക്കൂറെങ്കിലും മദ്യം കഴിക്കരുത്. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.